പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെ നവ്യ രാവിലെ ഭയങ്കര കലിപ്പിലാട്ടോ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നയനയാണെങ്കിൽ ആദർശം കൂടെ ചന്തുമോൾക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മളെ നവ്യയാണെങ്കിൽ വളരെയധികം ടെൻഷനോടെ നിൽക്കുക കേട്ടോ. നവ്യ ചിന്തിക്കുക, ഇവക്ക് എന്തിൻ്റെ കേടാണ്, എവിടുന്നോ വന്നൊരു കൊച്ചിന് വേണ്ടി ഇത്രയധികം സാധനം മേടിച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നാൽ പോലും എൻ്റെ മോനിക്ക് ഒരു കളിപ്പാട്ടമോ ഒന്നും എൻ്റെ മോനിക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഡെലിവറിക്ക് പോകുന്നത് വരെ എൻ്റെ അടുത്തും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തും വലിയ കാര്യമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഇവർക്ക് ഭയങ്കര ആഗ്രഹിച്ചിരുന്നതായിരുന്നു. കുഞ്ഞ് വരണം, ജനിക്കണം എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ഇരുന്നവരായിരുന്നു ഇവിടെ ഉള്ളവർ. എന്നാൽ പിന്നെ ചന്തുമോൾ വന്നതിന് ശേഷം സ്നേഹം എല്ലാം മറന്നുപോയി ഇവിടെ ഉള്ളവർ. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്ന് കൊഞ്ചിക്കാനോ സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നും ആരും തന്നെ വരുന്നതുമില്ല. ഇപ്പം എല്ലാവരും ഇപ്പം ചന്തുമോളുടെ പിന്നാലെയാണെന്നൊക്കെ ഇങ്ങനെ നവ്യ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളെ ജലജ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്താ എന്താ എൻ്റെ പൊന്നാര മരുമോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. അപ്പം നമ്മളെ നവ്യ പറയുന്നുണ്ട്, നിങ്ങളെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ നവ്യ പറയുമ്പോഴത്തേക്ക് ജലജ പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് നീ വിളിക്കേണ്ട കാര്യമില്ല. എന്നാലും നീ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ എന്താണ് നീ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജലജ പറയുകയാണെ, നിൻ്റെ അനിയത്തി ഇപ്പം നിൻ്റെ കുഞ്ഞിനെയാണ് സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം നിൻ്റെ അനിയത്തി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന പെൺകുട്ടിയാണല്ലോ ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ നിൻ്റെ കുഞ്ഞിന് വേണ്ടി അവരെന്താ ചെയ്തു തന്നത്? ഒന്നും ചെയ്തു തരുന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ നമ്മളെ ജലജ നവ്യയ്ക്ക് ഇങ്ങനെ എരിപിരി കയറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ ജലജ അബിയെക്കുറിച്ച് നമ്മൾ നയനടുത്ത് പറയണേ, എൻ്റെ മകനും എന്തായാലും മാറി. ഇപ്പോൾ എൻ്റെ മകനെ അമ്മയെക്കാട്ടും കൂടുതൽ സ്നേഹിക്കുന്നത് ഭാര്യയും കുഞ്ഞിനെയാണ്. പിന്നെ എനിക്കതൊക്കെ കണ്ടിട്ട് എനിക്കൊരു കുഴപ്പമില്ലാത്തത്, അവൻ സ്നേഹിക്കുന്നത് അവൻ്റെ കുഞ്ഞിനെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടും ഞാനൊന്നും പിന്നെ മിണ്ടാത്തത്. പക്ഷേ സ്നേഹം തരേണ്ടവരും സ്നേഹിക്കാമെന്ന് പറയുന്നവരെയൊക്കെ സ്നേഹം ഒരു കള്ളത്തരമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നൊക്കെ ഇങ്ങനെ പറയും. കാരണം മറ്റൊരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവർ നിൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോലും വരുന്നില്ല. ഇതാണോ സ്നേഹം എന്നൊക്കെ ജലജ ഇങ്ങനെ നവ്യയെടുത്ത് ചോദിക്കും. അങ്ങനെ ഇങ്ങനത്തെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നവ്യയുടെ മുഖം ഇങ്ങനെ വാടുന്നത് കണ്ടിട്ട് നമ്മൾ ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ പറയും, എൻ്റെ ഐഡിയ എന്തായാലും ഏൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സംസാരം ഇവർക്ക് നല്ലതുപോലെ കൊള്ളുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഇതിനൊക്കെ ഒന്ന് ഇവളെ എരിപിരി കയറ്റണം. ഇവളെ അനിയത്തി വെറുക്കത്തുള്ളൂ. എന്നിട്ട് വേണം ഇവളെ അനിയത്തി ഇവിടെ നിന്ന് പുറത്താക്കണമെന്നൊക്കെ ഇങ്ങനെ ജലജ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മൾ നവ്യ എരിപിരി കയറ്റിയിട്ട് ജലജ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അടുത്തതായി കാണിക്കുന്നത് ഞാൻ ആദർശം ചന്തുമോളും കൂടെ ചന്തുമോൾക്ക് ആവശ്യമുള്ള കളിപ്പാട്ടങ്ങളും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ വരുവാണ് കേട്ടോ. അവരെ കയ്യിരിക്കുന്ന സമ്മാനങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ ചൂടായിട്ട് നമ്മളെ നയനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിൽ നയനയുടെ കയ്യിൽ നിന്നാണെങ്കിൽ സാധനങ്ങളെല്ലാം കൂടെ ദേഷിച്ചിട്ടാണെങ്കിൽ തറയിലോട്ട് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് നവ്യ നയനടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഇതുപോലുള്ള സമ്മാനങ്ങൾ നീ വാങ്ങിച്ച് തന്നിട്ടുണ്ടോ എന്ന്. സമ്മാനങ്ങൾ മേടിച്ച് തരാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, പിന്നെ എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹം നീ മൊത്തത്തിൽ ഈ പെൺകുട്ടിക്ക് കൊടുക്കുകയാണല്ലോ. വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ്. ഇത്രയും ചപ്പ് ചവറുകൾക്കിടയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയും ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നയനയ്ക്കാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ചേച്ചി മിണ്ടായിരുന്നോ, ഇതുപോലുള്ളൊരു സംസാരം ഇനി മേലെ സംസാരിച്ച് പോരുന്നെന്നൊക്കെ പറയും. ചേച്ചി ഒരുപാട് മാറിപ്പോയതായിരുന്നല്ലോ, പിന്നെ വീണ്ടും ഇപ്പം ആദ്യത്തെ ചേച്ചി പോലെ വീണ്ടും മാറി വരികയാണോ? അപ്പം എങ്ങനെ മാറാതിരിക്കുന്നത്? അതുപോലുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് പകരം ഇവളെയാണല്ലോ ഇപ്പോൾ എല്ലാവരും കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറയുന്നത്, പിന്നെ നിങ്ങളെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ആരാ പറയുന്നത്, അത് നിങ്ങളെ വെറും തൻ്റെ തോന്നലാണെന്ന് ആദർശം നവ്യയെടുത്ത് പറയുന്നുണ്ട്. ആദർശേട്ടൻ കൂടുതലൊന്നും പറയണ്ട, ആദർശേട്ടൻ്റെ മകളാണെന്നാണല്ലോ ഇവിടെ പ്രചരിക്കുന്നതെന്നൊക്കെ പറയുവാണേ നവ്യ. എന്തായാലും അതേതായാലും സത്യമായിരിക്കും, അല്ലെങ്കിൽ ആദർശേട്ടൻ എന്തായാലും ഇവളോട് ഇങ്ങനെ സ്നേഹം കാണിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുവാണേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും മിണ്ടണ്ട, നീ കൂടുതൽ കളിച്ചാൽ പറയാൻ പോകുന്ന സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പം നമ്മളെ നവ്യയാണെങ്കിൽ അതിനടുത്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ ആദർശമായിട്ട് അങ്ങനെ പറഞ്ഞത്, അപ്പം ഇനി എന്ത് സത്യമാണ് ഞാൻ അറിയാൻ ബാക്കിയുള്ളത്, ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്, എനിക്കെല്ലാം കണ്ടിട്ട് ഭ്രാന്താവുന്നുണ്ട്, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ വേണ്ടി തോന്നുവാണെന്നൊക്കെ പറയും. അവൻ അയനെ പറയും, ചേച്ചി ഒന്ന് സമാധാനിക്കുക, ഇവിടെ ആരും ഒന്നും മറച്ചൊന്നും വെക്കുന്നില്ല, ഇവിടെ ഒന്നും സംഭവിക്കുന്നതൊന്നുമില്ല, പിന്നെ അതൊരു പാവം കുട്ടിയല്ലേ, അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയല്ലേ,
അതുമല്ല മുത്തശ്ശൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്, അതുകൊണ്ടാണ് ഞാനും അംഗീകരിച്ചത് എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നിന്നെപ്പോലൊന്നും എനിക്കൊരിക്കലും ആവാനൊന്നും പറ്റത്തില്ല. ഭർത്താവിൻ്റെ കൊച്ചാണെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ടെന്നൊക്കെ, നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെ മറച്ചു വെക്കുന്നുണ്ടെന്നൊക്കെ നവ്യ പറയുമ്പം നയന പറയുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിനെക്കുറിച്ചും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചൊക്കെ മാത്രം ഇപ്പം ആലോചിച്ചാൽ മതി. ബാക്കിയൊന്നും ചേച്ചി ഇപ്പം ചിന്തിക്കേണ്ട. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഇവളെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്. അപ്പം ഇവർ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ചന്തുമോളെ ഇവർ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മളെ നവ്യ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതലുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണേ.